ഒരു ഗെയിം കാരണം എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചുപോയി. ഗെയിമിൻ്റെ പേര് സ്ക്രീം ആൻഡ് ഗോ. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പിൻ്റെ പുറത്ത് ഒരുത്തൻ നിൽക്കും, ഒരു നിഴൽ. ഇവനെ ഓരോ ലെവലിൽ നമ്മൾ ചാടിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോണിൽ നോക്കി അലറി വിളിക്കണം. നമ്മുടെ സൗണ്ട് ഉപയോഗിച്ച് നമ്മൾ എത്രത്തോളം സ്ക്രീം ചെയ്യുന്നു അല്ലെങ്കിൽ അലറി വിളിക്കുന്നോ അതിനനുസരിച്ച് ഇവൻ ചാടി ഫിനിഷ് പോയിന്റിലേക്ക് പോകും. അങ്ങനെ കളിച്ച് തൊണ്ടയും പോയി, എല്ലാം പോയി, പടവായി. നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാഷ്വൽ ഗെയിംസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ റെക്കോർഡ് ചെയ്തിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു എടുത്ത വീഡിയോ കറപ്റ്റായി പോയി. ഇങ്ങനെ നമ്മുടെ വീഡിയോസും ഓഡിയോസും ഫോട്ടോസും ഫയൽസൊക്കെ കറക്റ്റായി പോകുന്ന സമയത്ത് എങ്ങനെ അത് റിട്രീവ് ചെയ്യും, എങ്ങനെ അത് റിപ്പയർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒരു പിടിയും കാണൂല. ആ സമയത്ത് നമുക്ക് ദൈവദൂതനെ പോലെ വരുന്നതാണ് വണ്ടർഷെയറിന്റെ റിപ്പയർ ഇറ്റ്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വണ്ടർഷെയറിന്റെ റിപ്പയർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ അകത്തേക്ക് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തിൻ്റെ അകത്താണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങളെ വെൽക്കം ചെയ്യുക. വീഡിയോ, ഫോട്ടോസ്, അതുപോലെ തന്നെ ഓഡിയോസ്, ഫയൽസ് എന്നിങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. ഇതിനകത്ത് ഏതൊരു ഫയലാണോ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ വീഡിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ സെക്ഷൻ എടുത്തതിന് ശേഷം ആഡ് ഫയൽ കൊടുക്കുക. ആഡ് ഫയൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫയൽ ആഡ് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളെ കറപ്റ്റായി പോയ ഫയൽ. ആ ഫയൽ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് റിപ്പയർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടർഷെയർ തന്നെ അതിനെ റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് തരും. ഇതിനി നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഡ്വാൻസ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ആ ഒരു ടൈം സ്റ്റാമ്പിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റഡേറ്റ യൂസ് ചെയ്തിട്ട് മാക്സിമം അവർ റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് കറപ്റ്റായി പോയി എന്ന് പറഞ്ഞ് നിന്ന് കരയല്ലേ എന്നെപ്പോലെ, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വണ്ടർഷെയറിൻ്റെ റിപ്പയർ ഇറ്റ്. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരിയോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആയിട്ട് വെറുതെ ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റിയ ഒരു കളിയുണ്ട്, 2 player ഗെയിംസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വടംവലി കളിക്കാൻ പറ്റും, സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാൻ പറ്റും, ഹാൻഡ് സ്ലാപ്പ് കളിക്കാൻ പറ്റും, അതായത് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക പഠിക്കുന്ന ഗെയിം ഉണ്ടല്ലോ അത് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ X and 0 കളിക്കാൻ പറ്റും, കത്തി എറിഞ്ഞ് കളിക്കാൻ പറ്റും. ഇതിനകത്ത് ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് 2 പേര് വെറുതെ ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളി കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സൈക്കിളിൽ കുത്തിത്തിരിപ്പ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഗെയിമുണ്ട്, BMX എന്ന് പറഞ്ഞിട്ട്. ഈ ഗെയിമിൻ്റെ അകത്ത് നിങ്ങൾ 2 വിരൽ ഉപയോഗിച്ച് ബൈക്കിനെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുന്ന് കയറി ഇങ്ങനെ ചാടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റണ്ടുകൾ കാണിക്കാൻ പറ്റും. ഫ്രണ്ടിലത്തെ വീലിട്ട് കറക്കാൻ പറ്റും, തല കുത്തനെ മറിയാൻ പറ്റും. മറിയപ്പോൾ 2 വീലിൽ തന്നെ തിരിച്ച് വന്ന് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പെട്ടിയെടുക്കാനായിട്ട്. ഇനി കുറച്ച് ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് ഷാഡോ മിനാറ്റി. ഇതെന്താ ഗെയിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് തരും, ഒരു 3D മോഡൽ, ഒരു ലൈറ്റിൻ്റെ സോഴ്സും തരും, ഒരു നിഴൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു സാധനത്തിൻ്റെ പടമാണ് അല്ലെങ്കിൽ എന്തോ ഒരു സാധനമാണ്. അതിനെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ കറക്കി നിഴലിൽ ആ ഒരു പടത്തെ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ ടീപോട്ട്, അല്ലെങ്കിൽ മരം, അല്ലെങ്കിൽ ബ്ലൂ വെയിൽ, അല്ലെങ്കിൽ എന്താ പറയട്ടെ സൈക്കിള്, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നിഴലിൽ കറക്റ്റായിട്ട് നിങ്ങൾ കറക്കി കൊണ്ടുവരണം. ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവർ ദൈവത്തെ ഓർത്ത് ഈ ഗെയിം കളിക്കരുത്. നിങ്ങൾ ഫോൺ എറിഞ്ഞ് പിടിച്ചിട്ട് പോകും. കെട്ടടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ടാങ്കിൾ മാസ്റ്റർ 3D എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുമില്ല, കയറ് വെച്ച് കെട്ടിയിരിക്കും, ആ കയറിനെ അഴിക്കുക, അതാണ് നിങ്ങളുടെ ടാസ്ക്. ആദ്യമൊക്കെ സിമ്പിളായിട്ട് കഴിച്ചയച്ച് പോകും. പിന്നീട് വരുന്ന കയറഴിക്കാനായിട്ട് കുറച്ച് പെടേണ്ടി വരും. റിയൽ ലൈഫിൽ കയറഴിക്കാൻ പ്രശ്നം അല്ലെങ്കിൽ കയറഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഈ ഗെയിം ഉപയോഗിക്കാവുന്നത് ആണ്. പക്ഷേ ഈ ഗെയിമിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഗ്രാഫിക്സ് ഉള്ള ഗെയിം വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നായിരിക്കും. ബൈ, ടേക്ക് കെയർ.